Hi all, magic morning. Magic morning. Magic morning. Okay. എവിടെ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരുമോ? Magic morning all. Magic morning. Magic morning. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ചാറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. മാജിക് മോർണിംഗ് വിഷസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഖാണോ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാം. ഹലോ, ഞാൻ ഓഡിയബിൾ അല്ലേ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം ഇതില് ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്ത മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഓൾറെഡി കുറച്ച് ദിവസങ്ങളിലായി കുറച്ച് മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അതായത് നമുക്ക് ഇന്ന് നമ്മുടെ സേഫ് സാറിന്റെ സെഷൻ ആണ് വരുന്നത്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ് സാർ എല്ലാ വെനസ്ഡേയും സെഷൻ എടുക്കാറ്. സോ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് അത് കേൾക്കുന്നത്. സേഫ് സാർ എന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില്? ഇല്ലല്ലോ. എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് അത് അറിയാം അല്ലെ? ആരും വീഡിയോ ഓണാക്കി വരുന്നില്ലല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ സേഫ് സാർ ഇപ്പൊ ജോയിൻ ചെയ്യും. അപ്പം ഇതിലിപ്പം ആർക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് അറിയാത്ത ആരും നൗഫൽ സാർ. എല്ലാവർക്കും അറിയാം, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഇതിന്റെ എന്തെങ്കിലും മീൻസ് ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അച്ചീവ് ചെയ്തെടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അത് മാത്രം ചോദിക്കേണ്ട, സേഫ് സാറിന്റെ ക്ലാസ് എടുക്കാൻ സമയം. റസാഖ് സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. സേഫ് സാറിന്റെ ക്ലാസ് സേഫ് സാറിന്റെ ക്ലാസ് മാത്രം കേട്ടു, ബാക്കിയുള്ളത് എന്താ പറഞ്ഞോ? സർ പറഞ്ഞോ, അതോ ഞാൻ കേൾക്കാത്തത് കൊണ്ടാണോ? റസാഖ് സർ അത് ചോദിച്ചാല് സേഫ് സാറിന് ക്ലാസ് എടുക്കാനുള്ള ടൈം കിട്ടൂല. ശരി, അങ്ങനെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റസാഖ് സർ പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പറയാനിപ്പോ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. സാറിന്റെ സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ടൈം ഉണ്ടായിരിക്കുമല്ലോ. ആ ടൈമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം ഇതിൽ അങ്ങനെ ഇതുവരെ അറിയാത്തവർ, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് റിസൾട്ടിലേക്ക് എത്താത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അതൊരു പ്രചോദനമായിരിക്കുമല്ലോ. സേഫ് സർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സർ ഓക്കെ ആണോ? ഓക്കെ, സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. Thank you, Mufida. Thank you, team. Good morning to all. Magic morning.
ഓക്കെ, ഒരുപാട് ആള് 2025 നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു എന്നറിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, ഞാൻ സാധാരണ എടുക്കാറുള്ള ടോപ്പിക് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ എഫ് എന്ന് കമൻറ്റ് ചെയ്ത്, ആദ്യമായിട്ടാണ് എൻ്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ള ആളുകളൊന്ന് എഫ് എന്ന് കമൻറ്റ് ചെയ്യും. ജസ്റ്റ് എഫ് എന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഗായനം ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കൃഷ്ണമൂർത്തി സാർ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന വാക്ക് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് എഫ് കമൻറ്റ് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുള്ള ആളുകൾ. ഇല്ല, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് എല്ലാ ആളുകളും കേട്ടിട്ടുള്ള ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആർക്കെങ്കിലും ഒരാൾക്ക് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ ആരെ എക്സ്പ്ലെയിൻ ചെയ്യും? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതായിരിക്കും. തേലി ഷൈനി മാം. ഓക്കെ, വേറെ നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അത് നമ്മളിൽ വന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. വെരി ഗുഡ്. ഓക്കെ, നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അത് നമ്മളിൽ വന്ന് ചേരുന്നതാണ്. സിന്ധു മാം പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അത് ഓക്കെ, അന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? കൃഷ്ണമൂർത്തി സാർ പറഞ്ഞിരിക്കുന്നത് എസ് എന്നതാണ്. സിന്ധു മാം പറഞ്ഞിരിക്കുന്നത് എസ് എന്നതാണ്. വിനോദ് കുമാർ സാർ, ബീന മാം, അങ്ങനെ ഒരുപാട് ആളുകൾ എസ് എന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ഒരൊറ്റ ചോദ്യം കൂടെ ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? മീൻസ് ട്രാജഡീസ്, നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ്, നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ കടം വരിക, നിങ്ങൾ ആഗ്രഹിക്കാത്ത, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രണ്ടിനും എസ് ആണ് കമന്റ്. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലേ? നിങ്ങൾ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മളെ ചിന്തകൾക്കും നമ്മളുടെ കാര്യങ്ങൾക്കും അനുസരിച്ചിട്ട് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് ലഭിക്കും എന്നുള്ളതാണെന്ന് പറയുന്നത്. അപ്പൊ അത് തമ്മിൽ ഒരു മിസ്മാച്ച് കാണുന്നുണ്ട്. യെസോളോ? മിസ്മാച്ച് ഇല്ലേ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ എന്തോ മിസ്മാച്ച് ഇല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കാത്തത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഉള്ളില് പേടിയുള്ളത് ഉള്ളിൽ പേടിയുള്ളത് ഫീലോട് കൂടിയിട്ട്, ഇമോഷനിലോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമുക്കത് വരുമോ എന്നുള്ള ഒരു പേടിയോട് കൂടെ നമ്മൾ ചിന്തിച്ച് നമുക്കത് തീർച്ചയായും വന്നിരിക്കും. നമുക്ക് കോവിഡിന്റെ ആ ഒരു സമയം തന്നെ നമുക്കറിയാം, നമുക്ക് വരുമോ എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇമോഷനിലോട്, ഫീലോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് തീർച്ചയായും എത്തുന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു പ്രീത. വേറെ വേറെ ആൻസർ? സാറ് ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് ചോദിച്ചതിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാം. തീവ്രമായി ആഗ്രഹിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നു, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും അതിനോടൊപ്പം നമ്മളെ ഉള്ളിലുള്ള പേടി,
നമ്മൾ ഭയത്തോടുകൂടി ഒരു കാര്യത്തെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒക്കെ ലോ ഓഫ് അട്രാക്ഷൻ ഭാഗമാണ്. ഓക്കെ, വേറെ? നമ്മളെ ഫീലിങ്സ് ആണ് എല്ലാം. വെരി ഗുഡ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫീലിങ്സ് അല്ലേ? നമ്മുടെ ഫീലിങ്സ് ആണ് എല്ലാം അല്ലേ? നമ്മൾ ലോ ഓഫ് അട്രാക്ഷനോട് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളെ ഇമോഷൻസും നമ്മുടെ ഫീലിങ്സുമാണ് നമ്മളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, യൂണിവേഴ്സിന് യൂണിവേഴ്സ് എന്ന് പറയുന്നത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം എല്ലാ ആളുകളും ഒരു പരിധി ഒരാളിലൊക്കെ വായിച്ചൊരു പുസ്തകമാണ് അല്ലേ? അതിൽ പറയുന്ന വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെയാണ്. നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് തരും. നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് തരും. ഞാൻ എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബോധി മരത്തിന്റെ കഥ പറയാറുണ്ട്. ആ കഥ ഒന്നും കൂടെ നിങ്ങൾ റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരിക്കലൊരാള് കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം വഴി തെറ്റി കാടിന്റെ ദിക്കറിയാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സ്ഥലത്ത് അദ്ദേഹം ആകെ സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അദ്ദേഹം ഈ കാട്ടുയാത്രയിൽ ഭക്ഷണം കരുതിയിരുന്നു, വെള്ളമൊക്കെ കരുതിയിരുന്നു. അദ്ദേഹം ഏകദേശം ഒരു 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട യാത്രയാണ് ആരംഭിച്ചത്. 7 ദിവസവുമായിട്ടും അദ്ദേഹത്തിന് കാട്ടിന്റെ വെളിയിലിറക്കാൻ സാധിച്ചില്ല. 8ാമത്തെ ദിവസമായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ പതിയെ തീർന്നു. 9ാം ദിവസമായി അദ്ദേഹത്തിന് നല്ല വിശപ്പ് വന്നു. 10ാം ദിവസമായി അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അദ്ദേഹം ആകെ ടയേർഡായി. നടക്കാനും വയ്യ, ഒന്നിനും വയ്യ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വളരെ വിഷമിച്ച് വളരെ ബുദ്ധിമുട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു നദി കണ്ടു. ഒരു റിവർ ഉണ്ടായിരുന്നു, അവിടെ ഒരു നദി ഉണ്ടായിരുന്നു, പുഴ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടിച്ചെന്നിട്ട് ആദ്യം ആ നദിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അദ്ദേഹം വളരെ ഹാപ്പിയായി. ആ ഒരു സിറ്റുവേഷൻസിൽ അദ്ദേഹം വളരെ ഹാപ്പിയായി. അദ്ദേഹം വളരെ സന്തുഷ്ടനായി. വെള്ളം കുടിക്കാൻ പറ്റിയല്ലോ. ആ വെള്ളം കുടിച്ച സമാധാനത്തിൽ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു മരം ഉണ്ട്. ആ മരത്തിന് താഴെ തണലുണ്ട്. അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ എനിക്ക് വെള്ളം കിട്ടി. ഓക്കെ, ഇപ്പൊ എന്റെ ദാഹം മാറിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്. 2-3 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് കുറച്ച് ഭക്ഷണം കൂടെ കിട്ടിയിരുന്നെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ച നിമിഷത്ത് തന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടി. ആ ഭക്ഷണം കഴിച്ച സമയത്ത് അദ്ദേഹം 2-3 ദിവസമായി ആകെ ഈ ഭക്ഷണം വെള്ളം ഇല്ലാതെ ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല. നല്ല രീതിയിലൊന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെന്ന് ആഗ്രഹിച്ചു. അപ്പൊ തന്നെ അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള മെത്തകളും കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം നേരെ കിടന്നുറങ്ങുന്നു. ഉറങ്ങിയൊക്കെ എണീറ്റ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഞാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ സമയത്ത് ക്ഷീണമൊക്കെ മാറിയപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഭക്ഷണമൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച അതേ സമയത്ത് എനിക്ക് ഭക്ഷണം കിട്ടിയല്ലോ. ഞാൻ വെള്ളം വേണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് വെള്ളം കിട്ടിയല്ലോ. എനിക്ക് താമസിക്കണം എന്ന് വേണം ചിന്തിച്ച സമയത്ത് താമസിക്കണം എന്നാഗ്രഹിച്ചു. അപ്പൊ തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയല്ലോ. ഇനി ഇത് വല്ല ഭൂതത്തിന്റെയും കളിയാണോ? ഇനി അഥവാ ഭൂതം വന്ന് എന്നെ തിന്നുമോ എന്ന് ചിന്തിച്ചു. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഭൂതം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് തിന്നു. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ്സ് അബൌട്ട് അവർ ലൈഫ്. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. ആ ഭൂതം അല്ലെങ്കിൽ ആ ചിന്ത, ആ ഭൂതി മരം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ചിന്തകളുമാണ്. അതിന്റെ താഴെ നിന്ന് നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, യൂണിവേഴ്സിന് ഒരു തിയറി ഉണ്ട്. ആ തിയറി എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾ എന്താണോ ഫീലിങ്ങോടെ ചോദിക്കുന്നത് അത് തിന്നുകൊണ്ടേയിരിക്കും. അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളത് യൂണിവേഴ്സിന് അറിയില്ല. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്നത്, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്കത് റിപ്പീറ്റേഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും.
നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം പഠിക്കുന്ന റിപ്പീറ്റ്. ഇതൊക്കെ ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന ഒരുപാട് വായിച്ച് ഇതിനെക്കുറിച്ച് ഒരുപാട്. എന്നാലും ഇപ്പോഴും എനിക്ക് ഇതിൽ ലോട്ട് ഓഫ് ഡൗട്ട്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ ഞാനെന്താ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? യൂണിവേഴ്സിന് ഒരു തിയറി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ തിയറി സിമ്പിൾ ഇങ്ങനെ മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുടെ വീട്ടിൽ ഇതിൽ ഡോഗ്സ് ഉണ്ട്? ഡോഗ്സ് ഉള്ള ആളുകളുടെ വീട്ടിലുള്ള ആളുകളൊന്ന് ഡി എന്നൊന്ന് കമന്റ് ചെയ്യും. ഡി, ജസ്റ്റ് കമന്റ് ഡി. സിന്ധു മാമിന്റെ വീട്ടിൽ ഡോഗ് ഉണ്ട്. വേറെ ഷീല മാമിന്റെ വീട്ടിൽ ഡോഗ് ഉണ്ട്. വേറെ അഖില മാമിന്റെ വീട്ടിലുണ്ട്. കൃഷ്ണമൂർത്തി സാറിന്റെ വീട്ടിലുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഡോഗിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യാണ്. ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോഗിനോട് നിങ്ങൾ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് എണീറ്റ് നിൽക്കും. സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് ഇരിക്കും. ഇങ്ങനെയാണ് നിങ്ങളെ ഡോഗിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഖില മാമിന്റെ വീട്ടിലുള്ള ഡോഗ് അഖില മാം വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അഖില മാമിന് തോന്നി ഈ ഡോഗിനൊന്ന് എണീപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അഖില മാം എന്താ കമന്റ് കൊടുക്കുക? ഇരിക്കുന്ന ഡോഗിനെ എണീപ്പിക്കണമെങ്കിൽ എന്താ കമന്റ് കൊടുക്കുക? അഖില മാം സ്റ്റാൻഡപ്പ് അല്ലേ? പക്ഷെ അഖില മാം സ്റ്റാൻഡപ്പിന് പകരം ഡോഗിനോട് പറയാണ് ഡോണ്ട് സിറ്റ്, നീ അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. ഡോഗ് എന്താ ചെയ്യാ? അത് ഇരിക്കില്ല, തിരിച്ചായിരിക്കും കേൾക്കണം. അതിന് മനസ്സിലാവൂലല്ലോ, നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, അതിന് മനസ്സിലാവില്ലല്ലോ. ഡോഗ് എന്ത് ചെയ്യും? ഡോഗിന് ഡോണ്ട് അറിയില്ല അല്ലെ? ഡോണ്ട് സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോഗ് എന്താണ് എടുക്കുക? ആ സിറ്റ് എന്ന് പറഞ്ഞ വാക്കിനെയാണ് എടുക്കുക, ഡോണ്ട് എന്ന് പറഞ്ഞ വാക്കിനെ എടുക്കൂല. കറക്റ്റ് ആണോ? നിൽക്കുന്ന ഒരു ഡോഗിനോട് നമ്മൾ പറയാണ് ഡോണ്ട് സ്റ്റാൻഡ്, നീ നിൽക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോഗ് എങ്ങനെ നിൽക്കും? ഡോഗിന് എന്ത് മനസ്സിലാവില്ല? ഡോണ്ട് മനസ്സിലാവില്ല. യൂണിവേഴ്സിൽ എന്തുകൊണ്ട് നമ്മൾക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഭവിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതും നിങ്ങളുടെ ഫീലിങ്സ് കൊണ്ടാണ്. വളരെ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിലും, മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് 360 ഡിഗ്രിയിലേക്ക് നിങ്ങൾക്ക് അത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. വാട്ട് എവർ ഹാപ്പൻ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി നിങ്ങളാണ്. അത് നല്ലതാണെങ്കിൽ ചീത്തയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്നോട് എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് എ റിയാലിറ്റി. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് ട്രാജഡി ആണെങ്കിലും അതേപോലെ തന്നെ അച്ചീവ്മെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ കാരണമാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചത് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ കാരണമാണെങ്കിൽ, പ്ലീസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും നിങ്ങളുടെ ചിന്തകളാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞ് ചിന്തിച്ചതാവണമെന്നില്ല, പക്ഷെ അറിഞ്ഞ് നിങ്ങൾ ഫീൽ ചെയ്തതാണ്. അവിടെയാണ് ഈ ഡോണ്ടിന്റെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ യൂണിവേഴ്സിനോടുള്ള നിങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ്. ഇത് ഞാൻ കുറേ തവണ പറഞ്ഞതായിരിക്കും, പക്ഷെ എത്ര കണ്ട് മനസ്സിലാവുന്ന അറിയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് യൂണിവേഴ്സിനോടുള്ള നിങ്ങളുടെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ചോദിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അറിഞ്ഞു വെക്കുക, ഇപ്പം കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വാഹനം നിങ്ങൾ ഏത് വഴിയാണ് ഓടിക്കുക? ഇടതുവശത്തു കൂടെ ഓടിക്കുക, വലതുവശത്തൂടെ ഓടിക്കുക? ഏത് വശത്തൂടെ ഓടിക്കുക വാഹനം? ഇടതുവശത്ത്. അതെന്താ? നിങ്ങൾ അറിഞ്ഞു വെച്ചതാണ് അല്ലെ? വാഹനം ഇടതുവശത്ത് കൂടെ ഓടിക്കണം എന്ന് അറിഞ്ഞു വെച്ചതാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച, വാഹനം വലതുവശത്ത് കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആവുമോ? ഇനി വാഹനം വലതുവശത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആവൂല എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ആക്ഷൻസോ റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെ? എവറി ആക്ഷൻ there is an equal and opposite reactions.
അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ഞാൻ അതിന്റെ ഡെഫിനിഷൻ ബേസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെഫിനിഷൻ ബേസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഹെൻറി ഫോർഡ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫോർഡിന്റെ സ്ഥാപകൻ പഠിപ്പിച്ചു തരുന്ന ഒരു കോട്ട് എന്ന് പറയുന്നത് വെദർ യു തിങ്ക് യു ക്യാൻ ഓർ തിങ്ക് യു ക്യാൻ ഐദർ വേ യു ആർ റൈറ്റ് എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ശരിയാണ്. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതും ശരിയാണ്. ഞാനിങ്ങനെ കുറച്ച് മുമ്പ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണായിരുന്നു യൂട്യൂബിൽ. ആ വീഡിയോയിൽ പറയുന്നത് ഒരു ക്വാണ്ടം ചിപ്പിനെ കുറിച്ചിട്ട്, ബില്ലോ എന്ന് പറയുന്ന ഗൂഗിളിന്റെ ഒരു ക്വാണ്ടം ചിപ്പിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ആ ചിപ്പ് കണ്ടുപിടിച്ചതും അതിന്റെ സാധ്യതകളും പറയാണ്. ആ സാധ്യതകൾ പറയുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു നമ്പർ പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് സീറോസ് ഉള്ള നമ്പർ, ഒരുപാട് സീറോസ്. അത് 10, 100, 1000 കോടിയും ട്രില്യൺ ഒന്നുമല്ല, അതിന്റെ എത്രയോ അപ്പുറത്തേക്കുള്ളൊരു വേർഡ് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറയാണ് അത്രയും വർഷങ്ങൾ, അതായത് ഭൂമി ഉണ്ടായിരിക്കുന്ന അത്രയും വർഷങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയും വർഷങ്ങൾ ഇപ്പോഴുള്ള കമ്പ്യൂട്ടറിന് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഈ ഒരു ചിപ്പിന് 5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പൊ ഇനി വരാൻ പോകുന്ന ലോകത്ത് എത്രമാത്രം വലിയ റവല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ പറയും. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഒരാളുടെ ചിന്തയിൽ നിന്നാണ് വരുന്നത്. ഗൂഗിളിന്റെ പുതിയ ഒരു ചിപ്പാണ് ബില്ലോ. അത് ഞാൻ പറഞ്ഞു തന്ന സാധനം എന്താ വെച്ചാല് ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? അവിടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, അത് നിങ്ങൾ കെയർ ചെയ്തുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ ആണ് നമ്മുടെ ചിന്തകൾ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നല്ല ഒരു ചില്ല് പാത്രം അല്ലെങ്കിൽ നല്ല ഒരു എക്സ്പ്ലോസീവ് ഐറ്റംസ് അല്ലെങ്കിൽ നല്ല വില കൂടിയ ഐറ്റംസ് ഒക്കെ നമ്മൾ പേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ വെക്കും. ഹാൻഡിൽ വിത്ത് കെയർ, സൂക്ഷിച്ചുപയോഗിക്കണം. സൂക്ഷിച്ചുപയോഗിക്കുക. എന്ത്? നിങ്ങളുടെ ഫീലിങ്സുകളെയും ഇമോഷൻസുകളെയും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് തോട്ട്സ് ബ്രിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇൻ ടു എ പേഴ്സൺസ് ലൈഫ്. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായ തോട്ടുകൾ ഒരാളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നുള്ളതാണ്. ഇവിടെ പോസിറ്റീവ് എക്സ്പീരിയൻസ് വന്നതിനൊക്കെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നെഗറ്റീവ് എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്റെ കാരണം കൊണ്ടല്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അത് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക, മാറുക. തിങ്ക് ഓഫ് ഇറ്റ്സ് എ മാഗ്നറ്റിക് ഫോഴ്സ്. വാട്ട് യു ഫോക്കസ് ഓൺ യു അട്രാക്ട്. അതൊരു മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അത് നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് അട്രാക്ട് ചെയ്യും. വെദർ ഇറ്റ്സ് ഹാപ്പിനെസ്, ഹാപ്പിനെസ് വിൽ കം. വെദർ ഇറ്റ്സ് സാഡ്, അത് വരും. വെദർ ഇറ്റ്സ് ലവ്, സ്നേഹമാണെങ്കിൽ അത് വരും. വെദർ ഇറ്റ്സ് സക്സസ്, അതാണെങ്കിൽ അത് വരും. വെദർ ഇറ്റ്സ് വെൽത്ത്, അതാണെങ്കിൽ അത് വരും. അപ്പൊ എന്നിട്ടും നമ്മൾ ചോദിക്കുന്നുണ്ടാവും, ഇതൊക്കെ തന്നെ എല്ലാ മനുഷ്യരിലെ കോമൺലി നമുക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ആണ്. ഇതൊക്കെ തന്നെയല്ല എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും സമ്പത്ത് ഉണ്ടാവാനല്ല ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും പൈസ ഉണ്ടാവാനല്ല ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും ആരോഗ്യം ഉണ്ടാവാനല്ല ആഗ്രഹിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ അത്രയും തീവ്രമായിട്ട് നിങ്ങൾക്ക് കടം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത്രയും തീവ്രമായിട്ട് നിങ്ങൾക്ക് അസുഖം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നോ, ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. യെസ് ഓർ നോ? നിങ്ങൾ അത്രയും തീവ്രമായിട്ട് നിങ്ങൾക്ക് കടം വരണമെന്നോ നിങ്ങൾക്ക് അസുഖം വരണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ വേറെ ചോദ്യം ചോദിക്കാം, നിങ്ങൾ അത്രയും തീവ്രമായിട്ട് നിങ്ങൾക്ക് അസുഖം വരണ്ടെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? നിങ്ങൾ അത്രയും തീവ്രമായി എന്റെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അതിന്റെ കമന്റോ അതിന്റെ ആൻസറോ? അത്രയും തീവ്രമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്, അത്രയും തീവ്രമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പിന്നെ അസുഖങ്ങൾ ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ആ ഫീലിങ്സ് ആണ് നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. അവിടെയാണ് ആ ഡോഗിന്റെ സ്റ്റോറിയിലേക്ക് നിങ്ങൾ പോകേണ്ടത്. യൂണിവേഴ്സിന് ഡോണ്ട് അറിയില്ല. നിങ്ങൾ അസുഖം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് അസുഖം എടുക്കുള്ളൂ. വേണ്ട, അതെന്താ? നായനോട് പറയണം നമ്മൾ ഇരിക്കരുത്, അതെന്താ? ഇരിക്കുന്നായ നിൽക്കരുത്, അതെന്താ? നമ്മൾ അതിനങ്ങനെ ട്രെയിൻ ചെയ്ത പോലെ യൂണിവേഴ്സിന് ഡോണ്ട് അറിയില്ല. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സീറോ ലിമിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ ജോബിറ്റാർ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾ ഒരൊറ്റ കാര്യം മാറ്റിയാൽ മതി. വേണ്ടാത്തതിനെ കുറിച്ചിട്ടല്ല, വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുക. സിമ്പിൾ തിയറിയാണ്.
വേണ്ടാത്തതിനെ കുറിച്ചല്ല ഡിസ്കസ് ചെയ്യേണ്ടത്, വേണ്ടാത്തതിനെ കുറിച്ചിട്ടല്ല ഫീൽ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ. ഫസ്റ്റ് തിങ്, നിങ്ങളുടെ TV. നിങ്ങളെ വേണ്ടാത്തത് ചിന്തിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം നിങ്ങളുടെ ന്യൂസ് ചാനലുകളും അത്തരം കാര്യങ്ങളായിരിക്കും. സെക്കൻഡ് തിങ്സ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ്. തേർഡ് തിങ്സ്, നിങ്ങളുടെ ന്യൂസ് പേപ്പർ. ആൻഡ് ഫോർത്ത് തിങ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്. ഈ 4 കാര്യങ്ങൾ ഫിൽട്രേഷൻ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ആരുടെയും കയ്യിൽ പത്രം ഉണ്ടോ? പത്രം ഉണ്ടോ? ഇന്നലത്തെ പത്രം ആരുടെയും കയ്യിലുണ്ടോ? എനിബഡി? ആരുടെയും വീട്ടിൽ പത്രം ഉണ്ടോ? എൻ്റെ വീട്ടിൽ, അതുകൊണ്ട് ചോദിക്കും. ആരുടെ കയ്യിലേ പത്രമുള്ള ആരും ഇല്ല? ഒന്ന് കമന്റ് ചെയ്തേ പത്രമുള്ള ഒരാള്. മണിസാറെ വീട്ടിൽ കയ്യിൽ പത്രം ഉണ്ടോ? പത്രം ഉണ്ടോ? ഇന്നലത്തെ പത്രമല്ല. ആ മതി, ഇന്നത്തെ പത്രം മതി. ഇന്നത്തെ പത്രം എടുത്തോ? എടുത്തോ? ഏതാ? ഏത് പത്രമായാലും എനിക്ക് അങ്ങനെ പത്രം ഒന്നും കിട്ടാം. മാതൃഭൂമി, മനോരമ ഏതോട്ടെ. ഫസ്റ്റത്തെ ഹെഡിങ് ഒന്ന് വായിച്ച്. വലിയ ഹെഡിങ്. സമാധാന വഴി എന്നാണ്. സമാധാന വഴി. എറണാകുളം അങ്കമാലി അതിരൂപത തർക്കം. അല്ലേ? നിങ്ങൾക്ക് സമാധാനമാണ് തരുന്നത് അതോ സമാധാനം കെടുത്തുകയാണ് ചെയ്യുന്നത്? അതിരൂപത തർക്കമാണ്. ഫസ്റ്റത്തെ പേജിൽ അതിരൂപത തർക്കത്തിനെ കുറിച്ചാണ്. സെക്കൻഡ് ന്യൂസ് വായിച്ചോളൂ. അടുത്ത ന്യൂസ്. മണിസാർ പോയോ അതോ ഞാൻ പോയോ? ഹലോ, ഹോളിവുഡ് എരിയുന്നു. എന്താണ്? ഹോളിവുഡ് എരിയുന്നു. എരിയുന്നു അല്ലേ? നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടിയില്ലേ? രാവിലെ തന്നെ പത്രമൊക്കെ എടുത്ത് ഹോളിവുഡ് എരിയുന്നു. എന്നിട്ട് അതിൽ കുറച്ച് പിക്ചറും അതിൽ കുറച്ച് സംഭവങ്ങളും അതിൽ പിന്നെ മതങ്ങളും അതിൽ പിന്നെ ദൈവത്തിന്റെ പ്രശ്നങ്ങളും അതിൽ ഇസ്ലാമും അതിൽ ക്രിസ്ത്യാനിറ്റിയും അതിൽ പലസ്തീനും ഇതൊക്കെ ആയിട്ട് കുറെ സംഭവങ്ങൾ അതിലുണ്ടാവും. അടുത്തെന്താ? അമേരിക്ക കത്തുന്നു. പിന്നെന്താ? അടുത്ത ന്യൂസ് എന്താ? വായിച്ചു നോക്കി. നിങ്ങൾ ആ പത്രം നിങ്ങൾ എടുത്ത് നോക്കി. നിങ്ങൾ രാവിലെ നിങ്ങളുടെ പത്രം വായിക്കൽ അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വായിച്ചോളൂ. രാത്രി കിടക്കുമ്പോൾ വായിക്കരുത്, രാവിലെ എണീറ്റുടനെ വായിക്കരുത്. നിർബന്ധമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വായിക്കും. പത്രം വായിക്കാൻ എങ്ങനെ വേൾഡ് നോളജ് ഉണ്ടാവുക? നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിളിന്റെ പിന്നെ ഈ വില്ലോ എന്ന് പറയുന്ന ഒരു പിന്നെ ചിപ്പ് ഇറങ്ങിയത് എത്ര ആൾക്കറിയായിരുന്നു? ഞാൻ പറയുന്നതിന് മുമ്പ്? ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാനും പഠിച്ചു. ഞാനും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാനും അറിയുന്നുണ്ട്, ഞാനും നോക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ. മണിസാറ് മ്യൂട്ടായി തോന്നുന്നു. ഇനി 2 ന്യൂസ് ചാനൽ നോക്കി. ഇപ്പോഴും ന്യൂസ് ചാനൽ നോക്കി. ഞാൻ ഈ ബാർബർ ഷാപ്പിലൊക്കെ പോകുന്ന സമയത്ത് ന്യൂസ് ചാനലുകൾ ഉണ്ടാവും. ഞാൻ പറയും, ദയവ് നിങ്ങളെ ന്യൂസ് ചാനൽ ഓഫ് ചെയ്യാറ്. ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ന്യൂസ് ചാനൽ ഉണ്ട്. ഞാൻ പറഞ്ഞു, വല്ല അനിമൽ പ്ലാനറ്റോ അല്ലെങ്കിൽ അതേപോലെയുള്ള വല്ല സംഭവങ്ങളോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് വെച്ചോളൂ, അല്ലെങ്കിൽ വല്ല പാട്ട് ഇട്ട് വെച്ചോളൂ. ഓക്കെ, ദയവ് ഇത് ന്യൂസ് ഇട്ട് വെക്കില്ല. ആദ്യം ടെൻഷനായിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ആക്കുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ന്യൂസ് അറിയണം. പക്ഷെ ഒരു ന്യൂസിന്റെ ഒരു സൈക്കോളജി ഉണ്ട്. ന്യൂസിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ ഒക്കെ പറയുന്നത്. ഒരിക്കൽ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, അദ്ദേഹം ഏതോ രാജ്യം വിസിറ്റ് ചെയ്തപ്പം അവിടെ APJ അബ്ദുൽ കലാം വിസിറ്റ് ചെയ്യുന്ന ദിവസത്തിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. അപ്പൊ അദ്ദേഹം പിറ്റേ ദിവസം ഇങ്ങനെ എഴുതിയത്ര, പിറ്റേ ദിവസത്തെ പത്രം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വലിയ ന്യൂസ് അതായിരിക്കും എന്നുള്ളത്. പത്രം എടുത്തപ്പോൾ ഇത് കാണുന്നില്ല അവിടെ. പിന്നെ പത്രം മുഴുവൻ അരിച്ചു പൊറുക്കിയപ്പോൾ ചെറിയൊരു മൂലയിലുണ്ട് അത്രയും. അപ്പൊ എത്രമാത്രം നമ്മളെ പേടിപ്പെടുത്താൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മളിതിൽ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അപ്പോൾ ഇത്തരം ഫീലിങ്സുകൾ ഉണ്ടാകുമ്പോൾ ആ ഫീലിങ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ്, ലോകം വീണ്ടും ഇപ്പോൾ ഇവിടെ അടുത്തുണ്ട്, ചൈനയിൽ വീണ്ടും കോവിഡിനെക്കാട്ടും വലിയ മാരകമായിട്ടുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഞാൻ പോയിട്ട് ഇതിന്റെ റിയാലിറ്റി ചെക്കിങ് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ എന്താ, സാധാ നമ്മളവിടെ മഴക്കാലത്ത് ആയിക്കഴിഞ്ഞാൽ ജലദോഷം പനി ഉണ്ടാവില്ല. എന്നപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ഒരു മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി പവറായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നോർമൽ പനിക്ക് ഇതിനാണ് അത്രയും വലിയ ന്യൂസ് ആക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുടെ പിന്നിൽ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ സില്ലി ആയിരിക്കും. ഓക്കെ, സോ അവിടെ
എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതിരിക്കുക, വേണ്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക. ദൈവമേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ എനിക്കിത് വേണം, ഉള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. അപ്പം ഈ ഒരു ഇതിൽ ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചത്, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ തീവ്രമായിട്ട് ആഗ്രഹിച്ചത് സംഭവിച്ചത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും കാരണമാണെങ്കിൽ, ആഗ്രഹിക്കാത്തത് സംഭവിച്ചതും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഫീലിങ്സും കാരണമാണ്. സിമ്പിളാണ്. പക്ഷെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് പറയുമ്പോൾ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റാണ്ട്? എഗ്രി ചെയ്യുന്ന ആളുകൾ എ എന്ന് ബി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് കേട്ടോ, ഫസ്റ്റ് എല്ലാം അംഗീകരിക്കാനൊന്നും പറ്റണമെന്നില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിച്ചത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കഷ്ടപ്പാടുകളും ബാക്കിയുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ്. ഈ സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യുന്നൊരു എ എന്നുള്ളത്, ഡിസഗ്രി ചെയ്യുന്നവർക്ക് ഡി എന്ന് ടൈപ്പ് ചെയ്യാം. എയോ ഡിയോ ടൈപ്പ് ചെയ്യാം. അഖില മാം എ ചെയ്യുന്നുണ്ട്, ബഷീർ സാർ എ ചെയ്യുന്നുണ്ട്, KP ഡോക്ടർ റസാഖ് സാർ ചെയ്യുന്നുണ്ട്, ഷീജ മാം. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഇത് ഈ ക്ലാസ് എന്ന് മനസ്സിലാക്കില്ല. ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങളുടെ മൈൻഡിൽ ഇത് ഉണ്ടായിരിക്കണം. നമ്മുടെ മണി ബ്ലോക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്കിത് മനസ്സിലാവും. ഈ ക്ലാസ് കഴിഞ്ഞാലും ഇത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഷോർട്ട് ടൈം, ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുള്ള ചിന്ത മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ടിലേക്ക് സൂപ്പർ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളൊരു വിശ്വാസം വരുത്തിയിട്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഓൾവേസ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടല്ല. വേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നില്ലേ? ഇൻഷുറൻസ് എടുത്ത് വെക്കുമ്പം നമ്മൾ ചിന്തിക്കുമോ, ദൈവമേ ഞാനിതാ 10-20,000 ഇൻഷുറൻസ് എടുക്കുകയാണ്, ആക്സിഡന്റ് ആവണേ, ഒരു ആക്സിഡന്റ് എന്തായാലും ആവണേ, എനിക്ക് ഇൻഷുറൻസ് മുതലാവണേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? ഇല്ല. എന്തിനാ ഇൻഷുറൻസ് എടുക്കുന്നത്? നമ്മളെ പ്രൊട്ടക്റ്റഡ് ആവാനാണ്, ആക്സിഡന്റ് ആവാതിരിക്കാനല്ല. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്, എൻ്റെ വാഹനത്തിനെയും ബാക്കിയുള്ള ആളുകളെയും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കഴിഞ്ഞ മാസം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു പൈസയും കിട്ടിയില്ല, വെറുതെ നഷ്ടമായി. അല്ല, ഞാൻ എടുത്ത ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പാർട്ട് ഒരുപാട് രോഗികൾക്ക് ഡൊണേഷൻ ചെയ്തു, അവർക്ക് ഒരുപാട് സമാധാനമായി, എനിക്ക് നല്ല ആരോഗ്യം കിട്ടി. ആ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനാവണം? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് അസുഖം വരുമ്പോൾ ചികിത്സിക്കാനല്ല, പകരം എന്താണ്, ഞാൻ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഏതെങ്കിലും അസുഖക്കാരുണ്ടെങ്കിൽ അവർക്ക് ചികിത്സിക്കാനും നമ്മുടെ പ്രൊട്ടക്ഷൻ വരൂല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് വരാതിരിക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്, അതിന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനും വേണ്ടിയിട്ട് എടുക്കുക. അതേ സമയത്ത് മറ്റുള്ള ആളുകൾക്ക്. അങ്ങനെ നമ്മുടെ ഓരോ തോട്ട് പ്രോസസ്സിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുമ്പം നിങ്ങളുടെ ലൈഫിലും ഇപ്പൊ നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾക്ക് നിങ്ങളാണ് ഉത്തരവാദിച്ചെങ്കിൽ, സംഭവിക്കാത്ത, നിങ്ങൾ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ സെഷനിൽ ഒരു ടേക്ക് അവേ പോയിന്റ് ആയിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വെക്കാനുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. സോ താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. മുഫീദ അറിയുന്നുണ്ട്? ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സാറ് നല്ലൊരു സെഷൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ടൈമാണ്. ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ, അതായത് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ സാറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുണ്ട്. ജ്ഞാനം, അതുപോലെ തന്നെ മൂർത്തി സാറ്, നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ ജ്ഞാനം മോർണിംഗ് മാം. സാറിന്റെ ക്ലാസ് വളരെ ഉപകാരമായിരുന്നു. ആക്ച്വലി ഞാൻ സീക്രട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കുറച്ചും കൂടി നമ്മൾ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും റീഡ് ചെയ്താൽ നമുക്ക് കുറെ വീണ്ടും മനസ്സിലാവത്തുള്ളൂ. സോ സാറിന്റെ സെക്ഷന് ഈ ഒരു ഡൂസ് ആൻഡ് ഡോൺസ്, ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഒരു പട്ടിയുടെ ഡോൺ സിറ്റ് എന്ന് പറഞ്ഞാൽ അത് സിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. സോ ആ ഒരു കൺസെപ്റ്റിനെ പറ്റി കുറച്ചും കൂടി നല്ല ഡീപ്പായിട്ട് മനസ്സിലായി.
സോ നോർമലി ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ എങ്ങനെയാണ് ലൈഫിലോട്ട് വന്നു കയറുന്നതെന്ന്, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ഒരു വേണ്ട എന്നുള്ളതിനെ പറ്റി നമ്മൾ ആ ഡോണ്ട് എന്നുള്ള ഹലോ മാം. ജ്ഞാനം അല്ലേ? ഞാൻ ആ പേര് ഫസ്റ്റ് ആയിട്ട് കേൾക്കാം, ജ്ഞാനം. ഓക്കെ, നേരത്തെ അതിന്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നത് എന്താണ് പ്രൊണൗൺസ് ചെയ്യാൻ. ഇപ്പൊ മുഫീദ പ്രൊണൗൺസ് ചെയ്തപ്പോഴാണ് എനിക്കത് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാവും. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി അഡ്വക്കേറ്റ് ആണ്. ഇപ്പൊ ഞാൻ മ്യൂട്ടായി പോകുന്നു. എനിക്ക് അങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ ആവാം, കോൾ വരുന്നതാവാം. ഓക്കെ, എന്തോ സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അഡ്വക്കേറ്റ് ആണെന്ന് മനസ്സിലായി. സോ മുഫീദ, ഹാൻഡ് ഓവർ. ഓക്കെ, താങ്ക് യു ജ്ഞാനം മാം. താങ്ക് യു സോ മച്ച്. മൂർത്തി സർ. സർ പറഞ്ഞോളൂ. ഹലോ. മൂർത്തി സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നോ സർ? സർ ഓഡിബിൾ അല്ല സർ. ഒന്നുകൂടെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാമോ? ഇല്ല, സാറിന്റെ ഇയർഫോൺ ഒന്ന് മാറ്റിയാൽ നന്നായിരുന്നു തോന്നുന്നുണ്ട്. സർ ഓഡിബിൾ അല്ല എന്തായാലും. ഓക്കെ ഫൈൻ. അപ്പം സാറിന്റെ ഓഡിയോ കണക്ട് ആവുന്നത് വരെ മറ്റാർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാം. നൗഫൽ സർ. വളരെ നല്ലൊരു ക്ലാസ്സാണ്. സീക്രട്ടൊക്കെ സാറ് പറഞ്ഞ പോലെ ദിവസവും ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ നമുക്ക് സാറൊക്കെ പറയുന്ന കണ്ടന്റ് ഒക്കെ കറക്റ്റ് കിട്ടിയതുകൊണ്ട് ഓരോ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞപ്പോൾ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ വളരെ ശരിയാണ്. ചെറിയ ബ്ലോക്കുള്ള ദിവസങ്ങൾ നമ്മൾ പോകുമ്പോൾ ഇന്ന് തീരെ ബ്ലോക്ക് ഉണ്ടാവരുതെന്ന് ചിന്തിച്ചിറങ്ങിയാൽ അന്നായിരിക്കും ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടാവുക, ചിന്തകളെ കുഴപ്പം. പിന്നെ സാറ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷ്വലൈസ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഇതിലേക്ക് എത്തണമെങ്കിൽ ഇതിൽ ഒരുപാട് കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഇതേപോലെ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ചെറിയൊരു ഡ്രോപ്പ് മാത്രമാണ് ഈ സീക്രട്ട് എന്ന ബുക്കിൽ, ഒരു തുള്ളി മാത്രം, സ്പൂൺ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് വിഷൻ ബോഡി, വിഷ്വലൈസേഷൻ, പല കാര്യങ്ങളും പഠിക്കാണ്ട് ഘട്ടം ഘട്ടമായിട്ട്. സാറ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആൻസർ ഫസ്റ്റിലെ ചോദിച്ച സമയത്ത് റസാഖ് സാറിനായാലും ബഷീർ സാറിനായാലും മൻസാറിനായാലും എനിക്കാണെങ്കിലും അറിയാവുന്ന ആൻസറാണ്. അപ്പൊ അവരൊക്കെ മിണ്ടാതിരിക്കുക എന്താ വെച്ചാൽ മറ്റുള്ള ആളുകൾ പറയട്ടെ, ഒന്നും അറിയാത്ത ആളുകൾക്ക് പറയാനുള്ള ഒരു അവസരവും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഒരുപാട് പഠിക്കാനുള്ളൊരു സമുദ്രം പോലുള്ള ബുക്കാണ്. അപ്പൊ എല്ലാവരും സീക്രട്ട് വാങ്ങുക, എന്നും വായിക്കുക. റോണ്ടാബിൾ എഴുതിയ ബുക്കാണ്. ഞാൻ പരിചയപ്പെടുത്താൻ എല്ലാ ദിവസവും ഞാൻ ഓരോ ബുക്ക് പരിചയപ്പെടുത്താറുണ്ട്. സീക്രട്ട്, അതേപോലെ ജോസഫ് നർവി സാറിന്റെ ഉപബോധ മനസ്സിന്റെ ശക്തി, ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് രണ്ടും എല്ലാവരും വാങ്ങി വായിച്ച് ഡെയിലി വായിക്കുന്നത് നല്ലതാണ്. താങ്ക് യു. താങ്ക് യു നോബൽ സാർ. സോ ബിമാജിക് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബിമാജിക് ഫ്രീ ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫുൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫംഗ്ഷനിലേക്ക് ബിമാജിക്കിന് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ബിമാജിക്കിന് എത്തിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. ഓക്കെ, ഈ ഒരു കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിമാജിക്കിന്റെ ഒരു വാല്യൂസ് എന്ന് പറയുന്നത് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്രീ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫ്രീ ആക്കിയിരിക്കുന്നതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ബിമാജിക് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ബിമാജിക് പറയുന്ന കണ്ടീഷൻസ് എന്ന് അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ബിമാജിക്കിന് ഒരു മെമ്പർ പോലും ഇപ്പോഴും ഇല്ല. ഒരൊറ്റ ബിമാജിക് മെമ്പേഴ്സിനെ പോലും നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും നമ്മൾ ബിമാജിക്കിന്റെ ഒരു ക്ലബ് മെമ്പർഷിപ്പ് കൊടുക്കുക. 2025 നമ്മൾ മാർച്ച് ആകുമ്പോഴാണ് ബിമാജിക്കിന്റെ ഫസ്റ്റ് ക്ലബ് മെമ്പർഷിപ്പ് കൊടുക്കുക. അത് ആ മാർച്ച് വരെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ ബിമാജിക്കിന്റെ ക്ലബ് മെമ്പേഴ്സിനായിരിക്കും പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവും. അതുവരെ എല്ലാ പബ്ലിക്കിനും ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഒരു സമയം കഴിയുമ്പം അത് ബിമാജിക്കിന്റെ ക്ലബ് മെമ്പേഴ്സിന്റെ റെക്കമെൻഡേഷൻസിനോട് കൂടെ മാത്രമാണ് ബിമാജിക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. ആ ക്ലബ് മെമ്പേഴ്സിന് ഇതിലേക്ക് ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാഡർ സിസ്റ്റം ഉണ്ടാവും.
ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സേവേഴ്സ് കൾച്ചറൊക്കെ പാലിച്ച് ഈ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആളുകൾ ആക്റ്റീവ് ആക്കി അതിന്റെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്കൊക്കെ വന്ന് അങ്ങനെ കഴിവ് തെളിയിച്ച ഒരാളുകളായിരിക്കും ആ ഒരു BMagic ക്ലബ് മെമ്പർഷിപ്പിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇപ്പം കുറെ ആളുകൾ, അബ്ദുൾ സാറ്, അഖില മാം, സിന്ധു മാം, റസാഖ് സാറ്, ഞാൻ പേര് വിട്ടുപോയ ആളുകളുണ്ട് എനിക്കറിയില്ല, അങ്ങനത്തെ പല ആളുകളും ഇതിന്റെ ലീഡർഷിപ്പിലേക്ക് വരികയും അവർ അതിന്റെ മീറ്റിങ്ങുകളൊക്കെ ഡയലി അറ്റൻഡ് ചെയ്യുകയും ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കണമെങ്കിൽ ഈ ലോകത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയുണ്ട്. മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൈയടിക്കുക. നമുക്കൊരു പക്ഷേ ഒരുപാട് പൈസ കൊടുത്ത് ചാരിറ്റി ചെയ്യാൻ സാധിക്കണമെന്നില്ല. പൈസ കൊടുക്കുന്നത് മാത്രമല്ല ചാരിറ്റി. BMagicൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു കമ്മ്യൂണിറ്റികളിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് മറ്റൊരാളെ സഹായിക്കലാണ്. എല്ലാ മതങ്ങളും പറയുന്നത്, ഇസ്ലാം ഒക്കെ പറയാണ്, നിങ്ങൾ നിസ്കരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതും ചർച്ചിൽ പോകുന്നതൊക്കെ പാർട്ടാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ നന്മ മറ്റൊരാളെ സഹായിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, അതാണ് ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ നന്മ. അപ്പൊ അങ്ങനത്തെ ഒരു നന്മയുടെ ശരിക്കുള്ള സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ ബഷീർക്ക് ഒരുപാട് ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ അഖില മാമിന്റെ ഒരു ടീം, ഒരു കമ്മ്യൂണിറ്റി, ഒരു ഓൺ കമ്മ്യൂണിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം 1000-ഓളം ബുക്കുകളൊക്കെ അതിലേക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നതാണ്. അപ്പൊ അതൊക്കെ മറ്റൊരാളെ സഹായിക്കാനും വേണ്ടിയിട്ട് എനിക്ക് തന്നെ റെസ്പെക്ട് തോന്നുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് അത്തരം ആളുകളൊക്കെ നടത്തുന്നത്. എന്നതുപോലെ വേറൊരാളെ മെന്റലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, വേറെ ആളുകൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് BMagic എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലീഡർഷിപ്പ് സ്ഥാനത്തിലേക്ക് വളരെ ചാമിങ് ആയിട്ട്, വളരെ ആക്റ്റീവായിട്ട്, വളരെ മൈൻഡ് ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കാനുള്ള ആളുകൾ ഇനിയും ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങൾ എത്രമാത്രം ആ ഒരു ഇതിന്റെ സെക്കൻഡ് ലൈൻ ലീഡേഴ്സ്, ഞാനല്ല അല്ലെങ്കിൽ എൻ്റെ ടീമല്ല, നിങ്ങൾ ഈ സെക്കൻഡ് ലൈൻ ലീഡേഴ്സിന് എത്രമാത്രം റെഡി ആവാൻ പറ്റും അത്രമാത്രമായിരിക്കും. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ട്രെയിനിങ്സുകൾ നമ്മൾ ഇനി സൺഡേകളിൽ കൊടുത്തു തുടങ്ങും. അത്തരം ആളുകളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക, അതിന്റെ ഡയറക്റ്റ് ട്രെയിനിങ് ഞാൻ തന്നെ സൺഡേകളിൽ കൊടുക്കുകയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെന്റ് സ്കില്ലായിരിക്കും. ഓക്കെ, എനിക്കിന്ന് ബിസിനസ്സിൽ ഒരുപാട് ആളുകളെ, ഞാൻ ഒരുപാട് കമ്പനികളിൽ ഞാൻ ബിസിനസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ 50-100 ഒക്കെയുള്ള സ്റ്റാഫുകളെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. ആ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. 2020-21 കാലഘട്ടങ്ങളിൽ BMagicലെ ലീഡേഴ്സിനെയും BMagic മെമ്പേഴ്സിനെയും മാനേജ് ചെയ്ത് പഠിച്ചതിലൂടെയാണ് എൻ്റെ മാനേജ്മെന്റ് സ്കില്ല് ഇംപ്രൂവ് ആയിട്ടുള്ളത് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടല്ലെങ്കിലും വളരെ ഓപ്പൺ ആയിട്ട്, അതല്ലെങ്കിൽ അതൊരു റസാഖ് സാർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കൊക്കെ അറിയാം. BMagicലാണ് ഞാൻ മാനേജ്മെന്റ് പഠിച്ചത്. കാരണം എന്താ, എനിക്കിവിടെ ചെറുപ്പക്കാരെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു, എനിക്കിവിടെ നല്ല പ്രായമുള്ള ആളുകളെ മാനേജ് ചെയ്യാൻ, എനിക്കിവിടെ മിഡിൽ ഏജിലുള്ള ആളുകളെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു, എനിക്കൊരു ഓണ്ടർപ്രണേഴ്സിനെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു, എനിക്കൊരു വീട്ടമ്മമാരെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു, എനിക്കൊരു ഡിപ്രഷനിലുള്ള ആളുകളെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു, എനിക്കൊരു കുട്ടികളെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ക്രൈറ്റീരിയയുള്ള എല്ലാ സൊസൈറ്റിയിലുള്ള ഓൾ ഓഫ് ടൈപ്പ് ആളുകളെ മാനേജ് ചെയ്ത് ഞാനിവിടെ പഠിച്ചു. അതെന്റെ ബിസിനസ്സിലേക്ക് പിന്നെ എനിക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എൻ്റെ റിയാലിറ്റി. ക്ലിയർ ആണോ? നിങ്ങളൊരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. വാട്ട് യു വിൽ ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്. ഇന്ന് എൻ്റെ പ്രൊഫഷൻ ക്ലാരിറ്റി മെന്റർ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് ഒരു സമയത്ത് BMagicന് ഞാൻ സമയം കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഫിനാൻഷ്യലി ഒരു ബെനിഫിറ്റും ഇല്ലായിരുന്നു. മാത്രമല്ല എൻ്റെ ഒരുപാട് ഫിനാൻസ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിന്റെ ഫിനാൻഷ്യലി എനിക്കൊരു ബെനിഫിറ്റും ഇല്ല. ഞാൻ അങ്ങോട്ട് ഇതിന് ഫിനാൻഷ്യൽ 30,000 രൂപ എല്ലാ മാസവും സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. ആ 30,000 എനിക്ക് വേറൊരു വഴിയിൽ എന്തെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കും, വേറെ വഴിയിൽ കിട്ടും എന്നുള്ള 100% വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നതുപോലെ ഇറ്റ്സ് യുവർ ചാൻസ്. അപ്പൊ അത്തരം താല്പര്യമുള്ള ആളുകൾ ഞങ്ങൾ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാനും അത്തരം ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരാനും നിങ്ങളുടെ ലൈഫും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരുടെ ലൈഫും ഉയർത്താനും ശ്രമിക്കണം. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, അത് പാർട്ടാണ്. പക്ഷെ അത് മിസ്റ്റേക്കിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ലേണിങ്സിലേക്ക് നമ്മൾ ചിന്തിക്കുക. മിസ്റ്റേക്ക് അല്ല സംഭവിക്കുന്നത്, മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്ന ചിന്ത മാറ്റിയിട്ട് നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തയിലേക്ക് നമ്മൾ മാറിയാൽ മതി. അതിനെ മിസ്റ്റേക്കായിട്ട് കാണാതിരിക്കാം. ഇറ്റ്സ് ആൻ ഇമ്പ്രൂവ്മെന്റ്. അത് സംഭവിക്കുമ്പോഴാണ് നിങ്ങളിപ്പോൾ ഒരു വഴിയിൽ പോയിട്ട് ആ വഴി തെറ്റി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് റൈറ്റ് റൂട്ടിലേക്ക് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ ലൈഫിൽ. അത് വഴി തെറ്റുന്നതല്ല, റൈറ്റ് റൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അലൈൻമെന്റ് തെറ്റി കഴിഞ്ഞാൽ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണം. സോ അത്തരം ആളുകൾ ആവശ്യമുണ്ട്. ഒരു ഹാഫ് ആൻ അവർ 20 മിനിറ്റ് നിങ്ങൾ ഈ ടീമിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സൊസൈറ്റിക്കും വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ പ്ലീസ് ജോയിൻ വിത്ത് us as a leader. താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു നൗഫൽ സർ ആൻഡ് സൈസ. അപ്പം ഇനി ആരും ഫീഡ്ബാക്ക് പറയാൻ? മൂർത്തി സർ. ഞാൻ മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, പറഞ്ഞോളൂ സർ.
സാറ് കംപ്ലീറ്റ്ലി ഒന്ന് ഡിഫറെന്റ് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? എന്തായാലും വളരെ ഇഷ്ടമായി. പുതിയ പുതിയ അറിവുകൾ നേടിത്തന്നു. വളരെ താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മൂർത്തി സർ, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇന്ന് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന സെഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള സേഫ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു. Thank you, sir. Thank you all. Thank you, sir. Thank you. Thank you, sir. Thank you all. Thank you all. Thank you all, sir.